ഒന്നും പറയണ്ട സാറേ. ഞാൻ എൻ്റെ പാർട്ടിയുടെ നമ്മുടെ പാർട്ടിയുടെ അതൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടാൾ കയറി വരുന്നത്. സാറിന്റെ അളിയും വേറെ ഏതൊരു പെണ്ണുപിള്ളിന്റെ കൂടെ ആയിക്കോട്ടെ. എന്നിട്ട് അവരവിടെ വരുന്നു. എന്തൊരു കളിയും ചിരിയാ സാറേ. അവരവിടെ വരുന്നു, കുറെ സാധനങ്ങൾ, സാരികൾ, അത് ഇത് മറ്റൊന്ന് മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഒരു സാരി എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സാറിന്റെ അളിയെടുത്ത് എങ്ങനെയുണ്ട്. അപ്പൊ ആള് സൂപ്പറായിട്ട് ഈ നിലയ്ക്കുള്ള പരിപാടികൾ. അത് കഴിഞ്ഞാൽ അവിടെ അവരവിടെ ഇറങ്ങി നാളെ സന്തോഷമായിരുന്നു കളിയും ചിരിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈസ കൊടുത്ത തുണിയുടെ കനക സാറ് സാറിന്റെ അളിയൻ എന്നിട്ട് അവിടെ അടുത്ത ബേക്കറിയിൽ ആ ബേക്കറി കയറി അവിടെ കയറി ജ്യൂസ് കുടിച്ചു. ജ്യൂസ് കുടിച്ചു. അതുമല്ല വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടു. എന്ത്? ഒരു കേക്ക് വാങ്ങിയിട്ട് 2 കഷ്ണാക്കിയിട്ട് 2 പേര് കഴിക്കുന്നു. കളിയും ചീരൊക്കെ ഒന്ന് കാണണം സാറേ. പിന്നെ അതിനുശേഷം അവരവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ പോയി. ഓട്ടോറിക്ഷയിലൊക്കെ ഞാൻ കണ്ടു. ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോയി അല്ലേ? എന്താ സാറ് പ്രശ്നം? ഒന്നുമില്ല. എന്റെ അളിയൻ ഈയിടെയായിട്ട് നിർധനരായിട്ടുള്ള സ്ത്രീകളെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഒരു മനസ്സ് ഇടയ്ക്കൂടെ പറയണ കേട്ട്. അപ്പൊ സഹായിക്കണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നല്ലോണം സഹായിക്കും. ഏകദേശം 10,000-3000 രൂപ കൊടുത്തിട്ടുണ്ട് കടയില്. കണ്ടോ, അളിയൻ നല്ല സഹായിയായിപ്പോ. എന്നാ കോമളം ചെല്ല്. എങ്ങനെയുണ്ടടി? ഞാനാണ് കുഴപ്പക്കാരൻ. എനിക്കൊന്നും മിണ്ടിക്കൂടാ, എനിക്കൊന്നും പറഞ്ഞുകൂടാ. എന്തിനാ നീ ആ കൊച്ചിനെ സമാധാനിപ്പിക്കണ്ട, എന്നെ സമാധാനിപ്പിക്കണ്ട. എന്താണ് നിന്റെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം ഞാൻ അവിടെ വെളിപ്പെടുത്തി. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്റെ ആങ്ങളയ്ക്കും കുടുംബത്തിനും ഒന്നും വരാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവളുടെ മുമ്പിൽ? അവൾ ഒന്നാമത്തെ വിഷമിച്ചിരിക്കാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ ഈ കള്ളത്തരത്തിന് കൂട്ടിരിക്കണം. നിനക്ക് എന്നെയും കൂടെ കള്ളനാക്കണം. നീ അവന് എന്ത് കള്ളത്തരാന്നാ നിങ്ങൾ ഈ പറയണേ? എന്ത് കള്ളത്തരം? നീ കേട്ടില്ലേ കോമളം എന്ന് പറഞ്ഞത്? വിശേഷം എന്നോട് പറയണ്ട. കോമളം കണ്ട വിശേഷമാണ് എന്ന് പറഞ്ഞേക്കണേ. എന്ത് വിശേഷം കോമളം പറഞ്ഞു? ഒരു പെണ്ണിനെ കൊണ്ട് അവനെ അവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെ ഒളിച്ചോടിന്നാണ് അർത്ഥം. ഒളിച്ചോട്ടത്തിന്റെ ആരംഭമാണിത്. ഈ സാരി വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ മാലയെ വാങ്ങിച്ചു കൊടുത്താൽ ഇന്ന് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ ഞാൻ കൊന്നിട്ട് വല്ല ജയിലിൽ പോയി കിടക്കൂട്ടോ. നീ കൊല്ലടി, കൊല്ലന്നെ. നിങ്ങൾക്ക് ഒരു വിചാരം ആണ് പെണ്ണ് നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ പ്രേമാന്ന്. അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. ആണോ? നിങ്ങളുടെ പെങ്ങൾക്ക് അളിയനെ ഇങ്ങനെ വന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചെടുക്കോ? ഞാൻ അളിയനൊന്നും നോക്കൂല. വെട്ടി അരിഞ്ഞോളും കാല്. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായത് രമ്യതയില് പറഞ്ഞ് പരിഹരിക്കേണ്ടതിന് പകരം നീ ആ കൊച്ചിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം. അവളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട. ചിന്തിക്കാൻ ഞാനും എന്റെ അമ്മയുണ്ട്. ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് വരാതിരിക്കാൻ പറ്റുമോ? അങ്ങോട്ട് നീ വിളിച്ചോണ്ട് വരുമ്പോ ഇതുപോലെ പറഞ്ഞാ മതി. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ പോലെ ഒരു പ്രമുഖൻ ഇങ്ങനെയുള്ള കൊള്ളരുതായിക്ക് കൂട്ടിവെക്കാൻ പറ്റില്ല. ഒന്നോ ഇത് ഭയങ്കര പ്രമുഖനായി പോയി. എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ. നീ ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, അവിടെ ഇരുന്നോ. ഓർത്തമാര് സ്വയം കുടുംബം കലക്കാൻ നിൽക്കുമ്പോ പിന്നെ നമ്മളത് പറയണതാണ് കുറ്റം.